ഹലോ കൂട്ടുകാരെ, ഇന്ന് ജാനുവരി 29 നമ്മളുടെ കേരള ടു കാശ്മീർ 4ാമത് ഓൺ റോഡ് യാത്ര നമ്മളിവിടെ ഓണാവുകയാണ്. ആക്ച്വലി നമ്മൾ രണ്ടുപേരായിട്ടാണ് ഇന്ന് ഈ യാത്ര പ്ലാൻ ചെയ്തത്. പക്ഷേ കൂടെയുള്ള ആളുടെ ജോലിയുടെ ചെറിയൊരു ഷെഡ്യൂൾ കാരണം, ആളുടെ ലീവിൻ്റെ പ്രശ്നം കാരണം ആൾ UP-യിൽ നിന്ന് ജോയിൻ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ UP വരെ നമ്മൾ സോളോ ഡ്രൈവാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ 3 പ്രാവശ്യവും നമ്മൾ യാത്ര ചെയ്ത് ഇനോവ അല്ലെങ്കിൽ ഇനോവ ക്രസ്റ്റയ്ക്കായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ ഇനോവ ക്രസ്റ്റ തന്നെയാണ് ആദ്യം ചൂസ് ചെയ്തത്. എന്നാൽ പിന്നീട് നമ്മൾ പ്ലാനിൽ ഒരു ചെറിയ ചേഞ്ച് ഉണ്ടായി. നമ്മൾ മഹീന്ദ്ര കാറിലേക്ക് നമ്മൾ പ്ലാൻ മാറ്റിയിരിക്കുകയാണ്. നമുക്ക് കുറേ ദൂരം നമ്മൾ സോളോ ഡ്രൈവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ മഹീന്ദ്ര കാർ ഒരു ഓപ്ഷനാണെന്ന് തോന്നി അത് നമ്മൾ ചൂസ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ സ്വദേശമായ റാന്നിയിൽ നിന്ന് നമ്മൾ വൈകിട്ട് 5 മണിയോടുകൂടി യാത്ര ആരംഭിച്ചു. ഏകദേശം ഒരു 10:30-11 മണിയോടുകൂടി നമ്മൾ വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ തമിഴ്നാട് ബോർഡറിലേക്ക് കയറി. ഇടയ്ക്ക് ഉറക്കം വരുമ്പോൾ ഒരു ചായ ഒരു ജ്യൂസും ഒക്കെ കുടിച്ച് ഇങ്ങനെ പതിയെ യാത്ര ചെയ്യുകയാണ്. ഒരിക്കലും നമ്മൾ ഉറങ്ങി ഡ്രൈവ് ചെയ്യരുത്, കാര്യം അത് വളരെ റിസ്ക് ആണ്. അപ്പോൾ ഉറക്കം വരുമ്പോൾ ഒരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുക. അങ്ങനെ നമ്മളൊരു 4 മണിയോടുകൂടി നമ്മുടെ ബാംഗ്ലൂരെ നമ്മുടെ റൂമിലെത്തി. നമുക്ക് ബാംഗ്ലൂർ ബിസിനസിൻ്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ റൂം എടുത്തിട്ടുണ്ട്. നമ്മൾ മാസത്തിൽ 2-3 പ്രാവശ്യം ബാംഗ്ലൂർ വന്ന് 3-4 ദിവസമൊക്കെ താമസിച്ച് പോകാറുള്ളതാണ്. അപ്പം നമ്മൾ ഇന്നിവിടെ റൂമിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ ഇനിയൊരു പ്ലാൻ എന്ന് പറഞ്ഞാൽ കിടന്ന് ഒന്ന് ഉറങ്ങി ജസ്റ്റ് ഒന്ന് ഫ്രഷൊക്കെ ആയി രാവിലെ എഴുന്നേൽക്കുന്ന ഒരു ഉറക്കക്ഷീണമൊക്കെ മാറി പതിയെ പോകാനാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ കുറച്ചധികം ദിവസങ്ങളിൽ നമ്മൾ റൂമിലില്ലായിരുന്നു. 1-2 ആഴ്ച നമ്മൾ ബാംഗ്ലൂർ ഇല്ലായിരുന്നു, അടച്ചിട്ടേക്കുമായിരുന്നു. അപ്പോൾ ഒരു ചെറിയ അലമ്പൊക്കെ കാണും. അത് ഞാൻ അഡ്വാൻസ് ആയിട്ടൊന്ന് പറയുന്നതേ ഉള്ളൂ. റൂം തുറക്കുമ്പോൾ ചെറിയ അലമ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അഡ്വാൻസ് ആയിട്ട് ഞങ്ങൾക്ക് പറയുകയാണ്. അപ്പോൾ നമ്മൾ റൂമൊക്കെ തുറന്നു, നമ്മൾ ലൈറ്റൊക്കെ ഇട്ടിങ്ങനെ നോക്കിയപ്പോൾ പ്രത്യക്ഷത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അടച്ചിട്ടേണ്ടതായ ചെറിയ ഒരു സ്മെല്ലൊക്കെ ഉണ്ട്. അത് ഞാനൊരു എയർ ഫ്രഷനൊക്കെ എടുത്ത് ഉള്ളതൊക്കെ ഒന്ന് അടിച്ച് അതൊക്കെ മാറ്റി കിച്ചണൊക്കെ തുറന്ന് നോക്കിയപ്പോൾ കിച്ചണൊന്നും വലിയ പ്രശ്നമില്ല. ഗ്യാസിൻ്റെ ഒരു ചെറിയ സ്മെല്ല്, ഗ്യാസ് ഓഫ് ചെയ്യാൻ നമ്മൾ മറന്നിട്ടാണ് പോയത്. അപ്പോൾ മറന്നായിരുന്നു, അതുകൊണ്ട് ഗ്യാസിൻ്റെ ചെറിയ സ്മെല്ലുണ്ട്. ഓക്കെ, അതൊക്കെ കഴിഞ്ഞ് നമ്മൾ രാത്രി കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് ഒരു കോഫിയിൽ തുടങ്ങാമെന്ന് ഓർത്ത് ബ്ലാക്ക് കോഫിയൊക്കെ ഇട്ടു. നമ്മൾ ഇന്ന് കുക്ക് ചെയ്യുന്നില്ല, നമ്മൾ അതുകൊണ്ട് പുറത്ത് നിന്നൊരു ഇഡലി വടയൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിക്കാമെന്ന് ഉദ്ദേശിച്ചു. നമ്മുടെ ഇവിടുത്തെ ശരവണ ഭവനിൽ നിന്നാണ്. അപ്പോൾ നല്ല ഇഡലിയാണ്. അപ്പോൾ അതും കൂട്ടത്തിലൊരു മധുരം കഴിക്കാമെന്ന് പറഞ്ഞ് കേസരിയൊക്കെ മേടിച്ച് നമ്മളത് ഫുഡ് കഴിച്ച് ഇനി നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് യാത്ര തിരിച്ച് നമ്മൾ ഹൈദരാബാദ് ലക്ഷ്യമാക്കിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ തുടർന്നുള്ള യാത്രകൾ വിശേഷങ്ങളൊക്കെ പുറകെ പറയാം. ഓക്കെ.